24 ലോക്സഭാ ഇലക്ഷൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബൂത്ത് തലത്തിൽ തന്നെ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ അപകടം മനസ്സിലായി. കാരണം അവരുടെ നട്ടെല്ലായിട്ടുള്ള ഈഴവ SC ST വിഭാഗങ്ങളിൽ 30% പേര് NDAക്ക് വോട്ട് ചെയ്ത് തുടങ്ങി. NDA വോട്ട് അതിൽ ആ ഇലക്ഷനിൽ ലോക്സഭയിൽ ഹയസ്റ്റ് എത്തി 19%. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി പിടിച്ചത് 38% വോട്ടോ മറ്റാണ്. 37-38% വോട്ടിൽ അദ്ദേഹം ജയിച്ചു. അതിൻ്റെ കഥയും സബ് സ്റ്റോറിയൊക്കെ അവിടെ കിടക്കട്ടെ. BJP NDA വൺ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ആവറേജ് ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് ഇൻ ദാറ്റ് ഇലക്ഷൻ. ആ 19% വോട്ടിൽ ഏതാണ്ട് ഒരു 16-17% LDFന് അന്യത കിട്ടേണ്ട വോട്ടുകളാണ്. മൈനോറിറ്റി വോട്ട്സ് ഒന്നും അവർ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഫലം നമുക്ക് ജൂണിൽ വരുന്നു. നമ്മൾ പിന്നെ സെപ്റ്റംബറിൽ കാണുന്നത് എന്താണ്? ജൂണിനും സെപ്റ്റംബറിനും ഇടയ്ക്ക് സംഭവിക്കുന്ന പ്രധാന കാര്യങ്ങൾ, സെപ്റ്റംബറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ കാണുന്നത് നിലമ്പൂർ MLA അൻവറിൻ്റെ റിവോൾട്ടാണ്. അൻവറിൻ്റെ കേസ് എന്തായിരുന്നു? പോലീസ്, ആഭ്യന്തര വകുപ്പും RSSൻ്റെ ഇൻസ്ട്രുമെൻ്റാണ്. അതായിരുന്നു കേസ്. MR അതിൻ്റെ റിയാലിറ്റി എന്തോ ആയിക്കോട്ടെ, മലപ്പുറത്തെ സ്മഗ്ലിങ് അത് ഇത് വാട്ട് എവർ ഇറ്റ് ഈസ്. അതിനെ തുടർന്ന് ഞാൻ ജമ്പ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഹിന്ദുവിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ. അവിടെ കൈസൻ എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി, അതേതോ CPM നേതാവിൻ്റെ മകനോ മറ്റോ നടത്തുന്നു. പക്ഷേ ഇങ്ങോട്ട് വിളിച്ച് ശോഭന നായർക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വൈകുന്നേരം ഒരു വരി കൂടി കൈസൻ ഏജൻസി പോയി കൂട്ടിച്ചേർക്കുകയാണ്. അത് മലപ്പുറത്തെ സംബന്ധിച്ചും മലപ്പുറത്ത് നടക്കുന്ന അൺലോഫുൾ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചുമുള്ളതാണ്. 150 കിലോയോളം സ്വർണ്ണം അവിടുന്ന് പോയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു സെക്യൂരിറ്റി ഏജൻസി കൊടുത്തിരിക്കുന്ന ഒരു ഇൻപുട്ടാണ്. പക്ഷേ അത് ഡൽഹിയിൽ, അതായത് CPMൻ്റെയും ലെഫ്റ്റ് പാർട്ടീസിൻ്റെയും പോളിറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ RSSൻ്റെയും പിന്നെ BJPയുടെ ലീഡർഷിപ്പ് നേരിട്ട് രാവിലെ ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന സ്ഥലത്ത് അതിലെ ലീഡിംഗ് സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ആ പ്രയോഗം കൂട്ടിച്ചേർക്കുന്നതിനകത്ത് വ്യക്തമായ പോളിറ്റിക്സ് ഉണ്ട്. അത് റിട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് ആർക്കോ വായിക്കാൻ വേണ്ടിയാണത് ആഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ബ്രോഡ്ലി സ്പീക്കിംഗ്, നേരത്തെ ഉണ്ടായിരുന്ന മൈനോറിറ്റി ഫോക്കസ് പൂർണ്ണമായിട്ടും ഷെൽഫിൽ വെച്ചിട്ട് CPM അഡോപ്റ്റഡ് പ്ലാൻ B, which is to focus on the ഹിന്ദുത്വ വോട്ട്. അല്ല, ഇപ്പം മുസ്ലിം വോട്ട് വേണ്ടാന്ന് വെച്ചു. കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. കിട്ടുന്നില്ല, ലോക്സഭയിൽ ഒട്ടും കിട്ടിയില്ല. അതുകൊണ്ടാണല്ലോ 18 പോയത്. അപ്പോൾ ഈ വോട്ട് വേണം.